നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. ആ എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമി ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, നോക്കൂ, ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നമ്മുടെ ഒരിക്കലും നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണോന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനുമുമ്പ് കിടപ്പുമുറി വരെ എത്തിയല്ലോടാ. അയ്യോ, ഇത് ഈ കുട്ടിയുടെ കിടപ്പൂറിയ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെ എന്താ ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ സേവനം ഫാമിൽ മതി, വീട്ടിൽ വേണ്ട. പേടിക്കണ്ട, കാണുന്ന ചൂടേ ഉള്ളൂ. പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. എല്ലാരും പറയും അവന് ചാച്ചിയുടെ അതേ ചായയാണെന്ന്. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ലു പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞത്. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം. എടാ അനി, നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ, എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നേ? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്നല്ലേ വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. പതുക്കെ പറ പെണ്ണേ. ഒറ്റയ്ക്കല്ല, നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലിയാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയവാ.